ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലത്തെ മാർക്കറ്റുകളുടെ പെർഫോമൻസ് എന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വളരെ വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ്. അതേസമയം ജാപ്പനീസ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ റിക്കവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോവർ ലെവലിൽ നിന്ന്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അമേരിക്കൻ, യൂറോപ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അമേരിക്കൻ, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. അതേസമയം ഇന്നലെ വീക്കായിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലാണ് നമ്മൾ ബുധനാഴ്ചയിലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇന്നലെ ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ താഴെയാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇറാൻ ന്യൂക്ലിയർ പ്ലാന്റുകളെ അല്ലെങ്കിൽ ഇറാൻ്റെ എനർജി സൈറ്റുകളൊക്കെ ആക്രമിക്കുന്നത് ഏപ്രിൽ 6 വരെ നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒപ്പം ഇറാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് ഈ സംഘർഷം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഒത്തുതീരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവാണ് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം നെക്സ്റ്റ് വീക്ക് വളരെ ക്രൂഷ്യലാണ്. ഒരുപക്ഷെ അടുത്ത ആഴ്ചയിൽ ഈ സംഘർഷം ഒത്തുതീരാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണെന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണുന്നത്. നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും അതിനുശേഷം സെലക്റ്റീവ് ആയിട്ടുള്ള റിക്കവറിയാണ്. അതേസമയം ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ക്രൈസിസ് നീണ്ടു പോവുകയാണെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള പല സൊല്യൂഷൻസും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഓവറോൾ ഒരു ഒപ്റ്റിമിസം ഈ ആഴ്ച എൻഡ് ചെയ്യുമ്പോൾ ഉണ്ട്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. അതേസമയം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ഇന്നലെയും നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. ഒരവസരത്തിൽ $4350.7 പെർ ഔൺസ് വരെയൊക്കെ ഇന്നലെ ഗോൾഡ് താഴെ വന്നിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 ആഴ്ചയിലത്തെ ഗോൾഡ് റിസർവ്, സെൻട്രൽ ബാങ്കുകളുടെ ഗോൾഡ് റിസർവ് ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ടർക്കിഷ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവരുടെ ഗോൾഡ് റിസർവിൽ 59 ടൺസിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 ടൺസ് അവർ മാർക്കറ്റിൽ വിറ്റിട്ടുണ്ട്, ബാലൻസ് സ്വാപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ക്രൈസിസ് ഒത്തുതീരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ എല്ലാ കമ്മോഡിറ്റികളും ബെറ്ററാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ 8:10 ട്രേഡ് ചെയ്യുന്നത് $4432 പെർ ഔൺസ് ആണ്. സിൽവർ $68.71 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്ററാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $101 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ബുധനാഴ്ച റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റസ് കോ ആണ്. പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറി മോഡ് ഒരു പക്ഷേ ഇന്ന് മാർക്കറ്റിൽ കണ്ടേക്കാം. അറ്റ് ലോവർ ലെവലിൽ ഒരു ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ ഒരു മുന്നേറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ്, RRP ഇലക്ട്രോണിക്സ്, RRP ഡിഫൻസ് ആയിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ റിലേറ്റഡ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ്. RRP ഡിഫൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഈ വർഷത്തെ നിഫ്റ്റി ടാർഗറ്റൊക്കെ വളരെ താത്തിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ IRB ഇൻഫ്ര, മാരത്തോൺ നെക്സ്റ്റ് ജെൻ റിയാലിറ്റി, അതുപോലെ തന്നെ മഹാരാഷ്ട്ര സീംലെസ്, പ്രതാപ് സ്നാക്സ്, റെയിൻ ഇൻഡസ്ട്രീസ്, സൺസ്റ്റാർ, CRM സിൽക്സ്, ഈ കമ്പനികളിലാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. ഓർഡർ ബാങ്കിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ DCS സിസ്റ്റംസിന് 2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. 8.92 കോടി രൂപയുടെ ഓർഡർ DCS സിസ്റ്റത്തിനും അതുപോലെ തന്നെ 9.95 കോടി രൂപയുടെ ഓർഡർ അവരുടെ സബ്സിഡിക്കും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല രീതിയിൽ ഓർഡർ ബാങ്കിങ് ന്യൂസ് ഉണ്ടായിരുന്നൊരു ന്യൂസാണ്. DCS സിസ്റ്റംസ് ഡിഫൻസ് റിലേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ
ലിസ്റ്റിംഗ് ഏക്കസ് വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനാണ് കർണാടകയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2756 കോടി രൂപ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യയിലെ BSNL 4G ഇംപ്ലിമെൻ്റ് ചെയ്തെല്ലാം തന്നെ ഡൊമസ്റ്റിക് സ്റ്റാക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് 100%. ലോകത്തിലൊരു രാജ്യവും ഇത്തരത്തിൽ 100% ഡൊമസ്റ്റിക് സ്റ്റാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് 4G 5G ഒന്നും തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സോൾ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നത് തേജസ് നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെറ്റ് ഗിയേഴ്സൊക്കെ ഉണ്ടാക്കുന്നതും തേജസ് നെറ്റ്വർക്കാണ്. അടുത്ത വർഷങ്ങളിലും വലിയ രീതിയിലുള്ള ഓർഡേഴ്സാണ് തേജസ് നെറ്റ്വർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 4G കഴിഞ്ഞ് കഴിഞ്ഞാൽ BSNL 5Gയിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് തേജസ് നെറ്റ്വർക്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ HBL എഞ്ചിനീയറിംഗ് കൊച്ചിൻ ഷിപ്പ്യാർഡായിട്ടൊരു JV ഫോം ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ് HBL എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച്. ഇലക്ട്രിക് മൊബിലിറ്റി അതുപോലെ തന്നെ സ്റ്റോറേജ് സൊല്യൂഷൻസ് മാരിടൈം സ്പേസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റാണ്. പോസിറ്റീവാണ് ഈ ന്യൂസ്. HBL എഞ്ചിനീയറിംഗ് ഒരുപക്ഷെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. പവർ മെക് പ്രൊജക്റ്റ് 1563 കോടി രൂപ വരെ ഓർഡർ റിഡക്ഷൻ വന്നിട്ടുണ്ട്. അവരൊരു ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്റ്റ് സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ നെഗറ്റീവ് ന്യൂസ് ഒന്നുമല്ല. എന്നിരുന്നാലും ഒരു ഓർഡർ കുറയാന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കമ്പനീനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് QIP പ്രൊമോട്ടേഴ്സിന് അലോട്ട് ചെയ്തിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ന്യൂ ടെക്നോളജി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസൊക്കെ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. നസാര ടെക്നോളജി അവരുടെ സബ്സിഡിയറിക്ക് 93:1 ബോണസ് ഷെയർ ലഭിച്ചിട്ടുണ്ട്. നസാര ടെക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കോൺകോഡ് കൺട്രോൾ സിസ്റ്റംസ് 84.7 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിൽ നിന്ന് കൽപ്പത്തൂരു പ്രൊജക്ട്സ് ഇന്റർനാഷണൽ 540 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. റെയിൽ ടെലിന് 2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. 29 കോടി രൂപ ഓർഡർ. അതുപോലെ തന്നെ മറ്റൊരു ഓർഡർ 14.3 കോടി രൂപ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇക്സിഗോ ലേ ട്രാവൽസ് ടെക്നോളജീസ് ആണ്. അവർ അബി ബസ് ഇന്റർസ്റ്റേറ്റ് സർവീസൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനും ഊബർ അല്ലെങ്കിൽ ഒല പോലെയുള്ള ഫെസിലിറ്റിയാണ് ഈ ബസ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇത് വലിയ രീതിയിൽ ഹിറ്റാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ആസാദ് എഞ്ചിനീയറിംഗ് 8 വർഷത്തെ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. മിത്സുബിഷി ഹെവി എഞ്ചിനീയറിംഗ് കമ്പനി ജപ്പാനിൽ നിന്നാണ്. ഈ കമ്പനിയാണ് അടുത്ത 8 വർഷത്തേക്ക് ഗ്യാസ് ടർബൈൻ പ്രൊജക്റ്റിലേക്കുള്ള പ്രോഡക്റ്റുകൾ നൽകാൻ പോകുന്നത്. ആസാദ് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. എയറോസ്പേസ് രംഗത്ത് ഡിഫൻസ് രംഗത്ത് ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട് ആസാദ് എഞ്ചിനീയറിംഗ്. ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നു. എന്തെങ്കിലും കാരണവശാൽ അണ്ടർസീ കേബിൾസ് കട്ടാവുകയാണെങ്കിൽ, അതായത് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് കൊണ്ട് ഇറാൻ അണ്ടർസീ കേബിളുകൾ കട്ടാവുകയാണെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ഇത്തരത്തിലുള്ള മീറ്റിംഗ് വിളിക്കുന്ന ആദ്യമാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഇറാൻ അല്ലെങ്കിൽ ഹോർമൂസ് കടലിൽ കൂടെ വന്നിട്ടുള്ള കേബിളുകൾ കട്ടാവുകയാണെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ കോമേഴ്സ് രംഗത്ത് ഇന്റർനെറ്റൊക്കെ ഡിസ്റപ്റ്റഡ് ആവും. വലിയ ഡിസ്റപ്ഷനാണ് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് വേയ്സ് കണ്ടുപിടിക്കുന്നതാണ് എല്ലാ ടെലികോം കമ്പനികളെ സംബന്ധിച്ചും. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. ഇതിന്റെ സീരിയസ്നെസ് അറിയിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ LPG ഷോർട്ടേജ് സ്റ്റീൽ പ്രൊഡക്ഷനെ ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സ്റ്റീൽ കമ്പനികളുടെ പെർഫോമൻസിനെ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്തേക്കാം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വീണ്ടും നീണ്ടു പോവുകയാണെങ്കിൽ. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസുകൾ. ഞാനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് സെലക്റ്റീവായിട്ടുള്ള റിക്കവറിയാണ്. മൂട്ടഡ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും മാർക്കറ്റിൽ സെലക്റ്റീവായിട്ടുള്ളൊരു ബൈയിങ് കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ മാർക്കറ്റ് ഫാളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അതോടൊപ്പം തന്നെ റിലയൻസ് ജിയോയുടെ ഒക്കെ IPO വരുന്നുണ്ട്. തീർച്ചയായിട്ടും റിലയൻസ് ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ മീഡിയം ടു ഷോർട്ട് ടൈമിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിലൊന്ന് കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ
HBL എഞ്ചിനീയറിങ്, ആസാദ് എഞ്ചിനീയറിങ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ, DCS സിസ്റ്റംസ്, ഏക്കസ്, തേജസ് നെറ്റ്വർക്ക്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരുപക്ഷെ ലോവർ ലെവലിൽ നല്ല രീതിയിലുള്ള ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവേ ഒരു ഒപ്റ്റിമിസം ആണെന്നുള്ളത്. ഓപ്പണിംഗ് ലെവലിൽ ഒരു പക്ഷെ താഴെയായിരിക്കാം, എന്നിരുന്നാലും ഗോൾഡും അതുപോലെ തന്നെ മറ്റ് കമ്മോഡിറ്റികളും മുന്നേറാണ്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗോൾഡിൽ ഇന്നലത്തെ സെൻട്രൽ ബാങ്കുകളുടെ സെല്ലിംഗ് ന്യൂസൊക്കെ ഒരു ഇതുവരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട്. ഗോൾഡ് ഒരു പക്ഷേ മുന്നേറാനുള്ള സാധ്യതകളാണ് ഫർദർ ന്യൂസ് റോസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നെക്സ്റ്റ് വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബെറ്റർ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.